എല്ലാ അപ്പെക്സ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സും നമസ്കാരം. ആഹ് കുറച്ച് നാളുകളായിട്ട് ലൈവായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെയും മുന്നിൽ ഇന്ന് ലൈവായി വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രൊജക്റ്റ് അപ്പെക്സ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇന്നും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ BSc സ്കാനിൽ കാണാവുന്നത് പോലെ തന്നെ 27,000 മുകളിൽ ഉള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇന്നും നമ്മുടെ അപ്പെക്സ് പ്ലാറ്റ്ഫോമിലുണ്ട്. ഇവിടെ ഫേസ് 2-വിൽ പലർക്കും നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് പലർക്കും കൃത്യമായ ഗൈഡൻസ് ഒരു 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 കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെങ്കിലും കൃത്യമായ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ലീഡേഴ്സ് അവർ കൃത്യമായ ഗൈഡൻസ് കൊടുക്കാൻ ലീഡേഴ്സിന് സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ കമ്പനിയുടെ ഭാഗത്തു നിന്നും പലർക്കും കൃത്യമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു ഗൈഡൻസ് എങ്ങനെയാണ് അപ്പെക്സിൻ്റെ ഫേസ് 2 വർക്കൗട്ട് ആകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നൽകാൻ സാധിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ കമ്പനിയുടെ ഒരു ഒരു മോട്ടോ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സെൽഫ് സസ്റ്റെയിനിങ് എക്കോസിസ്റ്റമാണ് ഇത്. അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈവ് ചെയ്യാനാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഉദ്ദേശിക്കുന്നത് എന്ന് ഓൾറെഡി പല മീറ്റിങ്ങുകളിലും നമ്മൾ പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ഓട്ടോമാറ്റിക്കലി ഡ്രിവൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ മുന്നിലേക്ക് കുറേ കടന്നു വന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരുത്തർക്കും കൃത്യമായ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ എങ്ങനെ ഫേസ് 2 ചെയ്യാം, എങ്ങനെ വിഡ്രോ ചെയ്യാം, എങ്ങനെ ടോക്കൺ പർച്ചേസ് ചെയ്യാം, എങ്ങനെ ഇതേ ടോക്കൺ സെല്ല് ചെയ്ത് USDT ആക്കാം എന്നുള്ള എല്ലാ രീതിയിലുള്ള ട്രെയിനിങ് പലയിടത്തുനിന്നും ഇൻഡിവിജ്വലി ഓരോരോ ലീഡേഴ്സും പുതിയ ചെറുപ്പക്കാരും പുതിയ ആളുകളും പുതിയ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇതിലേക്ക് കടന്നു വന്ന് ക്രിപ്റ്റോ ആയിട്ട് കുറേ കൂടെ പരിചിതമായ ആളുകൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വെക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊക്കെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലുള്ള ഒരു മെജോറിറ്റി ആളുകൾക്ക് തന്നെയും അപ്പെക്സിൻ്റെ ഒരു പോസിറ്റീവ് ഗ്രൂപ്പുകൾ തന്നെ ഒരു സെൽഫ് ഡ്രിവൺ ആയിട്ട് തന്നെ എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു പോസിറ്റീവ് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പെക്സിൻ്റെ ട്രേഡിംഗ് ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു ഹോസ്റ്റിംഗ് ഒരു മെഗാ ട്രെയിനിങ് പ്രോഗ്രാം ഇന്നേ വരെ നമുക്ക് നൽകാൻ സാധിച്ചില്ല. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല സ്കാറ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ധാരണകൾ അല്ലെങ്കിൽ കൃത്യമായ ലൈവായിട്ടുള്ള അപ്പെക്സിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു എന്താണ് അപ്പെക്സിൻ്റെ ട്രേഡിങ്ങിൻ്റെ മുന്നോട്ടുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് USD എങ്ങനെ അപ്പെക്സ് എന്ന ടോക്കണെ ബൈ ആൻഡ് സെല്ല് ചെയ്യാമെന്ന് ലൈവായി കമ്പനിയുടെ ഭാഗത്തു നിന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള പറ്റുന്ന സാഹചര്യത്തിലുള്ള ട്രെയിനിങ് നമുക്ക് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പോൾ അത്തരം ട്രെയിനിങ്ങിന് വേണ്ടി ഉള്ള ഒരു മെഗാ ട്രെയിനിങ് പ്രോഗ്രാം അപ്പെക്സിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത സെപ്റ്റംബർ 30 വരെ നമ്മളൊരു ടൈം ലൈൻ വെച്ച് ആദ്യം വരുന്ന 100 പേർക്ക് ലൈവായി ട്രെയിനിങ് എന്തൊക്കെയാണ് അപ്പെക്സിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞു. ആദ്യം വരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ 27,000-ഓളം വരുന്ന നമ്മുടെ മെമ്പേഴ്സുള്ള അല്ലെങ്കിൽ വരുന്ന 27,000-ഓളം ഹോൾഡേഴ്സ് വരുന്ന നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ആകെ ഉള്ള 100 പേർക്ക് നമ്മൾ കൃത്യമായ ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ്ങിന് മിനിമം വേണ്ട ക്രൈറ്റീരിയാസ് $1,000 അപ്പെക്സ് ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന ഈ 1000 പേർക്കാണ് നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രാം റെഡിയാക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആ ട്രെയിനിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ക്രിപ്റ്റോ ട്രേഡിംഗ് എന്നുള്ളത് മാത്രമല്ല, അപ്പെക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ബെനിഫിറ്റ് എങ്ങനെയാണ് അപ്പെക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ബെനിഫിഷ്യലായിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എടുക്കാൻ സാധിക്കുക, എന്താണ് മുന്നോട്ടേക്കുള്ള അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ അപ്പെക്സിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കൃത്യമായ ഗൈഡൻസ് നൽകാനും കൃത്യമായ ട്രെയിനിങ് നൽകാനും പറ്റുന്ന രീതിയിലുള്ള സാഹചര്യം നമുക്ക് മുന്നിൽ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട ഒരു സാഹചര്യം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതിനു മുമ്പും 300-ഉം 700-ഉം 800-ഉം പേരുള്ള ഇവൻറ്റുകൾ നമ്മൾ പലപ്പോഴും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് അപ്പെക്സ് എന്ന ക്രിപ്റ്റോ ടോക്കണെ കൃത്യമായ രീതിയിൽ അതിൻ്റെ എല്ലാ സാധ്യതകളെയും മനസ്സിലാക്കി ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ മാത്രം ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് അവർക്ക് കൃത്യമായ ട്രെയിനിങ് നൽകാനുള്ള ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരം വേണ്ട എല്ലാ സാഹചര്യവും കമ്പനിയുടെ ഭാഗത്തും മുന്നോട്ട് വെക്കുന്നതാണ്. അതുപോലെ തന്നെ
നമ്മളെ മോട്ടോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലുള്ള എല്ലാവർക്കും തന്നെ ഇതിൽ നിന്ന് ക്യാപിറ്റൽ മാത്രം റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മാത്രം റിലീസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അപ്പെക്സിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ അതിൽ നിന്ന് കൃത്യമായ രീതിയിൽ ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡവും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് ഒരല്പം വൈകിയാണെങ്കിലും ഏത് രീതികളിലാണെങ്കിലും നമ്മൾ മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് പ്രോഫിറ്റബിൾ ആയിട്ട് അപ്പെക്സ് ടോക്കണിന്റെ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും കമ്പനിയുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ ചില ഇത്തരം പല യൂട്ടിലിറ്റി പ്രോജക്റ്റുകളുടെ കാര്യങ്ങൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പലരും പല സംശയങ്ങളും അല്ലെങ്കിൽ എപ്പോഴൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യും എന്നുള്ള പല ക്വറീസും വന്നിട്ടുണ്ട്. ഓരോരോ സാഹചര്യങ്ങൾ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് നിൽക്കുന്നത്. ഈ ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ പേര് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു റീസെൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത്. നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ വാട്സപ്പിൽ നമുക്ക് ശക്തമായ ബുള്ളിങ് ഒക്കെ പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെല്ലാം ഞാൻ അവൈലബിൾ ആവുന്ന രീതിയിൽ ഇപ്പോഴും എങ്കിലും അപ്പോൾ ഇത്തരം സൈബർ ബുള്ളിങ്ങുകളും അല്ലെങ്കിൽ കാര്യങ്ങളും നമുക്കെതിരെ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ കൂടുതൽ ചാർജ് കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്നത്. കമ്മ്യൂണിറ്റി ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് യുണീക്ക് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി പ്രോജക്റ്റ് കൃത്യമായ രീതിയിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള എന്നും എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അതിനുതകുന്ന രീതിയിൽ ഉള്ള യൂട്ടിലിറ്റി പ്രോജക്റ്റ് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ അടുത്തതായിട്ടുള്ള ലിസ്റ്റിങ്ങുകളാണ്. ഈ വരുന്ന 50 ദിവസത്തിനുള്ളിൽ പുതിയ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്പെക്സ് ടോക്കൺ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം, ഇന്നേക്ക് തൊട്ട് പറഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ 25-ാം തീയതി തൊട്ട് അടുത്ത 50 ദിവസത്തിനുള്ളിൽ പുതിയതായ ഒരു പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും പബ്ലിക്കിലേക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് എവിടെയാണ് ലിസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻസ് പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. കമ്പനിയുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ സാഹചര്യങ്ങളും അപ്പെക്സിൻ്റെ കൂടെ നിന്ന് അപ്പെക്സിനെ പ്രൊമോട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുമാത്രമല്ല, കൃത്യമായ രീതിയിൽ അപ്പെക്സ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അതിൻ്റെ പോസിബിലിറ്റീസ് ഉപയോഗിച്ച് കൃത്യമായി ട്രേഡ് ചെയ്യാൻ ഇന്നും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പലരും സഹകരിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാനും ഇതിൽ നിന്ന് ട്രേഡ് ചെയ്ത് ബൈ മാത്രമല്ല, ടോക്കൺ സെല്ല് കൂടെ നടന്നാലാണ് അവിടെ ട്രേഡ് നടക്കുക. ബൈയിങ്ങും സെല്ലിങ്ങും ഒരു പ്രോപ്പറായ രീതിയിൽ നടത്താനുള്ള ക്ലാസ്സുകൾ പലരും ലൈവ് ഓൺലൈനിൽ നൽകുന്നുണ്ട്. ഇനി അത് ലൈവായിട്ട് നൽകാനുള്ള ഒരു സാഹചര്യം മുന്നിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ ചാൻസ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാൻ തോന്നുന്നു. ഓക്കെ അപ്പൊ മാണി സാർ ഒന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ആദ്യമായി സാറ് പറഞ്ഞ ഒറ്റ കാര്യമാണ്, നമുക്ക് സെപ്റ്റംബർ 30 വരെ, അപ്പോ നാളെ മുതലാണ് തുടങ്ങുന്നത്. സെപ്റ്റംബർ 30 വരെ കമ്പനി ഇപ്പൊ 27,000 ഹോൾഡേഴ്സ് നിലവിൽ ഈ കമ്പനിക്ക് ഉണ്ട്. 27,000 അപ്പെക്സ് ടോക്കൺ വാങ്ങി ഹോൾഡ് ചെയ്ത ആളുകളും വാങ്ങി വിറ്റവരും ഒക്കെ കമ്പനിയുടെ ഹോൾഡർ ആയിട്ട് വന്നിട്ടുള്ളതാ. അപ്പൊ 27,000 ഹോൾഡർ ഉള്ളത് ഈ കമ്പനി പറയാ, നിങ്ങളൊരു കാര്യം, നിങ്ങൾക്കൊരു ട്രെയിനിങ് തരാൻ പോവാണ്. അതായത് സെപ്റ്റംബർ 30 കട്ട് ഓഫ് ടൈം വെച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ 1, 2, 3 എന്തായാലും 2, 3 ഇതിന്റെ ഉള്ളിൽ ഒരു ഡേറ്റ് നമുക്ക് നല്ലൊരു ലൊക്കേഷൻ തരുന്നുണ്ടാവും. ആ ലൊക്കേഷനിലേക്ക് നമുക്ക് കമ്പനി പറഞ്ഞത് വെറും 100 പേരെയാണ്, 100 പേരെ ബേസ് ആയിട്ട് 100 പേരെയാണ് കമ്പനിയോട് ക്ഷണിക്കുന്നത്. അതിനൊരു ടാർഗറ്റ് വെച്ചേക്കുന്നത് $1000 ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യോ അല്ലെങ്കിലോ ചെയ്യില്ലെങ്കിൽ റെഫർ ചെയ്താൽ ആ പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാം. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മൾ ഊട്ടിയിലൊക്കെ പ്രോഗ്രാം ചെയ്തപ്പോൾ നമ്മൾ 5 പേര് 300-400 പേര് വിചാരിച്ചു, പക്ഷെ 1000 പേരുണ്ടായിരുന്നു. അപ്പൊ ഊട്ടിയിലൊക്കെ വെച്ചപ്പോഴാണ് നമുക്കൊക്കെ അറിയാം 350 പേര്, ആകെ 100-150 പേരെ കാര്യം വെച്ച് 350 പേര്, എപ്പോഴും കൂടുതൽ ആളാണ്ടാവുക.
അപ്പൊ ഇവിടെ നമുക്ക് 27,000, കാരണം നമ്മൾക്ക് ഊട്ടിയിലെ പ്രോഗ്രാം നിൽക്കുന്ന സമയത്ത് നമുക്കറിയാം 10,000-20,000 താഴെയാണ് നമ്മുടെ ഹോൾഡർ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 27,000 ആയിട്ടുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്? അപ്പെക്സിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലായി തരുന്നത്, എങ്ങനെ ട്രേഡ് ചെയ്യാം, എന്താണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞ് ട്രേഡിംഗ് തരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. ഏകദേശം 5 മണിക്കൂർ ആ ട്രെയിനിങ് ഉണ്ടാവും. 5 മണിക്കൂറിൽ ആ ട്രെയിനിങ്ങിൽ നമുക്ക് കിട്ടാൻ പോകുന്നതൊക്കെയാണ് എന്താണ് അപ്പെക്സ് ടോക്കൺ, വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് അപ്പെക്സിൽ ഉണ്ടാവുന്ന എന്തൊക്കെ നേട്ടങ്ങൾ, ഈ കാര്യത്തെക്കുറിച്ച് മൊത്തം ഡീപ്പായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇപ്പൊ നമ്മൾക്കറിയാം അഞ്ചോളം എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞു. ഇനി 6ാമത്തെ 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് ആണ് 500 താഴെ നല്ല ടോപ്പ് എക്സ്ചേഞ്ചിൽ അതാ 50 ഡേയ്സ് കൊണ്ട് ടോപ്പ് എക്സ്ചേഞ്ചിൽ വരാൻ പോകുക എന്നുള്ളത്. അതിന്റെ പേര് പറയുന്നില്ല. എന്താ പറയാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് അതിന്റെ കമന്റിലങ്ങ് നിറക്കുക, എങ്ങനെയൊക്കെ നിറക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നിറച്ച് എന്ത് പറയാൻ ഞാൻ പറയുന്നില്ല, എന്തും ഒന്ന് പറയാം. കാരണം ഒരാൾ കമന്റ് ഇടുന്ന സമയത്ത് പറയുമ്പോൾ അപ്പെക്സിൽ വന്ന ആളല്ല, അപ്പെക്സിനെ പ്രൊമോഷൻ ചെയ്ത ആളല്ല, എവിടെയോ നിൽക്കുന്ന ആൾക്ക് ഒരു ഐഡിയ പോലും അയാൾക്കില്ല. ഒരു $10 $1 പോലും അപ്പെക്സ് സ്റ്റോക്ക് വാങ്ങിയിട്ടില്ല. എന്നിരുന്നാലും ഇത് നല്ലോണം പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കമ്പനി $1000 ബിസിനസ് 100 പേർക്ക് ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ട്. അത് സെപ്റ്റംബർ 30 കട്ട് ഓഫ് ടൈം വെച്ചിരിക്കുന്നത്. അപ്പൊ ഒക്ടോബർ 1 മുതൽ 5 ഉള്ളിൽ വ്യൂ പറയുന്നുണ്ടാവും എവിടെയാണുള്ള ഹോള്, അല്ലെങ്കിൽ അതിന്റെ അക്കോമഡേഷനും അതിന്റെ ചാർജും അതെല്ലാം ഫ്രീ ആയിരിക്കും. ആ പ്രോഗ്രാമിൽ നമ്മൾക്ക് പറ്റുന്ന ആളുകൾ മാത്രം ചെയ്താൽ മതി. എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് അപ്പെക്സ് ടോക്കന്, അത് തന്നെ ഇതിന്റെ ഫ്യൂച്ചർ എന്താണ്, വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, 100 പേർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ 100 പേർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. പിന്നെ ഒരു യൂട്ടിലിറ്റി പ്രോജക്റ്റ് നമുക്ക് വരാൻ പോകുന്നുണ്ടെന്ന് അതും കമ്പനി പറയുന്നുണ്ട്. 50 ഡേയ്സിനുള്ളിൽ നമുക്ക് വരാൻ പറ്റും എന്നുള്ളതാണ്. 50 ദിവസത്തിനുള്ളിൽ നമുക്ക് അതുകൂടി വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ 2-3 കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ കമ്പനി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഒരു 15 ദിവസം കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു സൂം കൂടി എന്തായാലും കമ്പനി തരുന്നുണ്ടാവും. അത് കഴിയുമ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെ ആയി എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, അപ്പെക്സ് ടോക്കന് നമ്മൾക്ക് ആർക്കും വാങ്ങി വെക്കാം, എപ്പോ വേണമെങ്കിലും വിൽക്കാം, ആർക്കൊരു സംശയമുള്ള കാര്യമല്ല. അപ്പെക്സ് ടോക്കനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കാരണം എന്താ, നിങ്ങൾക്ക് ഏത് സമയത്ത് വാങ്ങും, ഏത് സമയത്ത് നിൽക്കുമോ, പ്രോഫിറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. ഇതിന് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ട്രസ്റ്റ് വാൾട്ട് വാങ്ങിയേക്കാം, അതുകൂട്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നമ്മളെ എക്സ്ചേഞ്ചുകൾ വാങ്ങി വെക്കാം, എപ്പോ വേണമെങ്കിലും വിൽക്കാം. ഇപ്പൊ നമ്മളൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് MLM സിസ്റ്റത്തിലൊക്കെ ഒരുപാട് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ വന്നിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ ടോക്കൺ ലിസ്റ്റ് ചെയ്യില്ല. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാന്ന് പറയാൻ പോലും നമ്മൾ 5 എക്സ്ചേഞ്ചിലുണ്ട്, 1ഉം 2ഉം അല്ല. നമുക്കറിയാം ആസ്ബിറ്റും കോയിൻബിറ്റിലും അതുമായി തന്നെ നമ്മളെ ST.com ബിഗ് മാർട്ടിലും എൽബാങ്കിലൊക്കെ നമ്മൾ ടോക്കൺ നമുക്ക് കാണുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, എപ്പോൾ വേണമെങ്കിലും വാങ്ങും ചെയ്യാം. കാരണം പ്രൈസ് കൂടുവോ കുറയോ ഇതല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം എന്താണ്, വാങ്ങുന്ന സാധനം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കൊടുക്കുന്ന സാധനം ഇപ്പൊ നമ്മൾ വാങ്ങി വെച്ച സാധനം കൊടുക്കാൻ പറ്റുന്നു. അപ്പൊ തന്നെ നമുക്ക് 100% കോൺഫിഡന്റ്. കാരണം ഒരു സാധനം ഡെഡ് മണി ആയിട്ട് വെക്കുന്നില്ല. നമുക്ക് ഇപ്പൊ ഒന്ന് വാങ്ങിയാൽ നാളെ കൊടുക്കാൻ പറ്റും. ഇനി വരാൻ പോകുന്ന നിങ്ങൾക്ക് അറിയാം 76-77 ദിവസം അല്ലെങ്കിൽ 75 ദിവസം കഴിയുമ്പോൾ phase 1 എല്ലാവരും ROയും ഏകദേശം സ്റ്റില്ലാവും. കാരണം എന്താ, 225 ഡേയ്സും 365 ഡേയ്സും കഴിയും അതിന്റെ വർക്കിന്റെ കഴിഞ്ഞാൽ. അപ്പൊ തന്നെ നമ്മളെ എല്ലാവരും phase 2 മാറി നമ്മൾ ടോക്കൺ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പൊ തന്നെ ഇതിന്റെ ഒരു ഒഴുക്ക് തന്നെ നിന്നിട്ടുണ്ടാവും. വരാൻ പോകുന്ന 3-4 മാസത്തിന്റെ ഉള്ളിൽ ഈ അപ്പെക്സ് എന്ന് പറയുന്ന phase 1 എല്ലാ ഇഷ്യൂസും എല്ലാവരും ഫണ്ടും എവിടെ എത്തിയിട്ടുണ്ടാവും, phase 2 എത്തിയിട്ടുണ്ടാവും. അവർക്ക് കൊണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ബൾക്ക് നിങ്ങൾക്കറിയാം $100 വാങ്ങുമ്പോൾ അല്ലെങ്കിൽ $50 വാങ്ങുമ്പോൾ അത്ര കണ്ട് ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ടോക്കൺ നമുക്ക് എന്ത് ചെയ്യാം, വരാൻ പോകുന്ന 4-5 വർഷം കൊണ്ട് വലിയ ലെവലിലേക്ക് ഇത് മാറും. അത് തന്നെ നമുക്ക് വലിയ ആശ്വാസം. കാരണം എന്താ, ഇപ്പൊ നമ്മൾ ഒരു $50 അല്ലെങ്കിൽ $25 അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. അത് മുടക്കി നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ പോസിറ്റിവിറ്റിയാണ്. കാരണം എന്താ, നമ്മള് വീടും പറമ്പും വിറ്റിട്ടല്ലല്ലോ കൊണ്ടുവരണേ. നമ്മൾ $50-25 മേലാണ് ഈ പ്രോഡക്റ്റ് ഈ ക്രിപ്റ്റോ വാങ്ങി നമ്മൾ ട്രസ്റ്റ് വാലറ്റ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് തന്നെ സൂക്ഷിക്കാം. വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് വലിയ ഹൈലൈറ്റ് 10, 50, 100 രൂപയാകണല്ല. ഇന്ന് എടുക്കുന്ന 9 പൈസ 10 പൈസ ആവട്ടെ, ഈ 10 പൈസയിൽ നിന്ന് നേരെ വരുമ്പോ 15 പൈസ ആയാൽ നിങ്ങൾ ഇട്ട പൈസ 50% വർധന ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇത് തന്നെ നിങ്ങൾക്ക് ഡെയിലി പ്രോഫിറ്റ് ഷെയർ തരാം. എങ്ങനെ ഇതിന് പ്രോഫിറ്റ് തരുന്നത്,
ബാനിങ് സിസ്റ്റത്തിലാണ്. നിങ്ങൾ വാങ്ങി വെച്ച ടോക്കൺ നിങ്ങളെ സിസ്റ്റത്തിൽ കൊണ്ട് ബാൻ ചെയ്യുമ്പോൾ അതിന്റെ 42% ബാനായി 58% ടോക്കൺ അവിടെ ഉണ്ടാവും. ആ ടോക്കൺ നിങ്ങൾക്ക് 1 ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എടുത്തോണ്ട് പോകാം, അതിന്റെ പ്രശ്നമില്ല. അതുവരെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ടോക്കൺ 100% ടോക്കണും 6% മുതൽ 15% വരെ മന്ത്ലി പ്രോഫിറ്റ് തരാം. ആ തരുന്ന ഡെയിലിയാണ്. ഡെയിലി തരുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുത്ത് ഇൻസ്റ്റന്റ് വിഡ്രോൾ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അത് റെഫർ ചെയ്യുന്നവർക്കും ബാനിങ് സിസ്റ്റത്തിന്റെ 42%-ന്റെ 5% തരുന്നുണ്ട്. മാത്രമല്ല 5 ലെവലിലേക്ക് നിങ്ങൾക്ക് ഇൻകം തരുന്നുണ്ട്. 1, 2, 3, 4, 5. നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ 2% ആണ്. അയാൾക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ 2% ആണ് ലെവലിംഗിൽ തന്നെ. സെക്കൻഡ് 1.5%, തേർഡ് 1%, ഫോർത്ത് 0.5%, ഫൈത്ത് 0.5%. ഇങ്ങനെ 5 ലെവലിൽ നമുക്ക് ഇൻകം തരും. ഓക്കെ, അപ്പൊ ഒന്ന് നമുക്ക് ഡെയിലി 6 to 15% മന്ത്ലി തരുന്നു. രണ്ടാമത് നമുക്ക് റെഫറൽ തരുന്നു. മൂന്നാമത് നമുക്ക് 6 തരുന്നത്. അതിന്റെ പ്രോഫിറ്റ് ഷെയർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു 5 ലെവലില്. പിന്നെ നമുക്ക് ബൈനറിയാ. ബൈനറി എങ്ങനെ നമുക്ക് തരുന്നത്? നിങ്ങൾ ബാൻ ചെയ്യുന്നതിന്റെ 22% അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ 10% എങ്ങനെ വേണമെങ്കിലും വെക്കാം. അത് 1:1 മാച്ച് ആകുമ്പോൾ അതിന്റെ 10% തരുന്നുണ്ടാവും. ഇതിന്റെ ക്യാപ്പിംഗ് നിങ്ങളുടെ സൈറ്റ് ഏതാണോ അതാണെന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് വിഡ്രോൾ ആണ്, ഇൻസ്റ്റന്റ് ഡെപ്പോസിറ്റ് ആണ്. ഇത് എല്ലാം ടോക്കണിൽ മാത്രമാണ്. നിങ്ങൾക്ക് അപ്പെക്സ് ടോക്കൺ ആണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, അപ്പെക്സ് ടോക്കൺ ആണ് വിഡ്രോ ചെയ്യേണ്ടത്. ഇതെല്ലാം നിങ്ങൾ അപ്പെക്സിന് ഡയറക്റ്റ് എക്സ്ചേഞ്ച് പോയി വാങ്ങുക, സ്റ്റേക്ക് ചെയ്യുക. നിങ്ങൾക്ക് 100% ബോധ്യമാണെങ്കിൽ മാത്രം വാങ്ങുക, സ്റ്റേക്ക് ചെയ്യുക, വിഡ്രോ ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും ചെയ്യരുത്. ഓക്കെ, പുതിയ കസ്റ്റമറോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഈ ടോക്കനെ കുറിച്ച് BSE സ്കാനിലോ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലോ നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് 100% ബോധ്യമാകാൻ മാത്രം നിങ്ങൾ $50-25 വാങ്ങി സ്റ്റേക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ വാങ്ങി ട്രസ്റ്റ് വാലറ്റ് വെച്ചാൽ മതി. ട്രസ്റ്റ് വാലറ്റ് വെച്ചാൽ നിങ്ങൾക്ക് പ്രോഫിറ്റും തരാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് സെല് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഗ്രോത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെല് ചെയ്യുമ്പോൾ അതിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ സാറ് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പറ്റുന്ന ആളുകൾ മാത്രം ചെയ്യാം. ക്രിപ്റ്റോ ആയിട്ടും അപ്പെക്സ് ടോക്കണുമായിട്ടും ഫ്യൂച്ചർ കാര്യങ്ങൾ പഠിക്കണം, എനിക്കത് അറിയണം എന്നല്ല 100% ബോധ്യമുള്ളവർ നിങ്ങളെ വിളിച്ചോണ്ട് ലീഡറോട് ചോദിക്കുക. ആകെ 100 സീറ്റേ കമ്പനി പറയുന്നുള്ളൂ. 100 പേർക്ക് ഈ പ്രോഗ്രാം ഉള്ളൂ. കാരണം നമ്മൾ 27,000 പേരുണ്ട്. ഇതെന്താണ് 4-5 ദിവസം കൊണ്ട് ഫില്ലാവും. പക്ഷെ വരാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഇത്രയും ഡേറ്റ് ഇട്ടിരിക്കുന്നത് വെച്ചാൽ ഇതിന് സമയം ഹോൾ കിട്ടിയിട്ടില്ല. അത് കമ്പനി ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിട്ട് ഈ പ്രോഗ്രാം വെച്ചിട്ടുണ്ടാവും. അത് തന്നെ നമുക്ക് ആ സ്ഥലങ്ങളും കാര്യങ്ങളും നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു.